ഇനി പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. അവിടെ ആരോഗ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. സുജിത്, അവിടെ ഏത് രീതിയിലാണ് അവർ പ്രതിഷേധിക്കുന്നത്? ഇന്ന് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടതാണ്. ഒരു സമാധാനപരമായ പ്രതിഷേധമാണോ? അവിടെ ആരോഗ്യമന്ത്രിയുടെ രൂപമൊക്കെ കാണുന്നുണ്ട്. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് രാവിലെ നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയുള്ളത്. മന്ത്രിയുടെ ഒരു നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഒരു കപ്പലും പ്രതീകാത്മക കപ്പലും ഏന്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മുഖം മൂടി ധരിച്ചാണ് പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ പത്തനംതിട്ട നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറിട്ട പ്രതിഷേധങ്ങളുമായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ടയിൽ അവരുടെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സമാനമായ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇവർ പത്തനംതിട്ടയിൽ നടത്തിയത്. ഇന്ന് രാവിലെ BJPയുടെ പ്രതിഷേധം നടന്നു. അതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം, മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പ്രതീകാത്മക കപ്പലും എന്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. ഈ സമരത്തെ നേരിടുന്നതിന് വേണ്ടി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ പോലീസും പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിലും നഗരത്തിലും ഒക്കെ തന്നെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വേറിട്ട പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു. കൂടാതെ മണ്ഡലത്തിൽ, ആരോഗ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ ജനറൽ ആശുപത്രിയിൽ അടക്കം സൗകര്യങ്ങളില്ല, കെട്ടിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും ഇവർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. നിരവധി പ്രതിഷേധ പരിപാടികളുമായി ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ടയിൽ നടത്തുന്നത്. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുജിത് പറഞ്ഞതുപോലെ തന്നെ നിയമസഭയിൽ ആരോഗ്യമന്ത്രി ഒരിക്കൽ നടത്തിയ ഒരു പരാമർശമുണ്ട്. ഈ കപ്പൽ മുങ്ങില്ല സാർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സാർ. ആ പ്രശസ്തമായ വാചകങ്ങൾ അത് ഏറെക്കുറെ പ്രശസ്തമായി കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴൊക്കെ ആരോഗ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നു, അപ്പോഴെല്ലാം തന്നെ പ്രതിപക്ഷം ഈ വാചകങ്ങൾ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. ഇന്നിപ്പോൾ അതൊരു പ്രതീകാത്മകമായി ഒരു കപ്പൽ തന്നെ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ആ പ്രതിഷേധക്കാരിൽ ഒരാൾ ആരോഗ്യമന്ത്രിയുടെ മുഖംമൂടിയൊക്കെ ധരിച്ചിട്ടാണ് പ്രതിഷേധം അങ്ങനെ നടക്കുന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആ പ്രതിഷേധം, അങ്ങനെ ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം, ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ആ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. പല പ്രതിഷേധങ്ങളിലും വലിയ സംഘർഷാവസ്ഥയിലേക്ക് അത് കടക്കുന്നതും കണ്ടു. സുജിത് സുരേന്ദ്രനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നത്. സുജിത്ത്, ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അതൊരു വലിയ പ്രതിഷേധമുണ്ടെങ്കിൽ പോലും അതൊരു സംഘർഷാവസ്ഥയിലേക്കൊന്നും പോകുന്നില്ല. അവർ ആ പാതയിലൂടെ, റോഡിലൂടെ നടന്നു പോകുന്നു. ഇപ്പോൾ അതൊരിടത്ത് നിർത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താണ് അടുത്ത പ്രതിഷേധ നടപടി? ഏത് രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്? അതെ സ്മിത, പ്രതിഷേധം പലതരത്തിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആരോഗ്യമന്ത്രി പ്രതീകാത്മകമായ ശവമഞ്ചമൊരുക്കിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചുമൊക്കെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് അതിൽ നിന്നും വേറിട്ട ഒരു പ്രതിഷേധമാണ് പത്തനംതിട്ടയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സ്മിത പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യമന്ത്രി സഭയിൽ നടത്തിയ ഒരു പ്രസ്താവന, ഒരു വാക്യം, അത് ഈ കപ്പൽ മുങ്ങില്ല സാർ എന്നുള്ള ആ ഒരു വാക്യം ഉയർത്തിക്കൊണ്ടെന്നാൽ ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. അതായത് ക്യാപ്റ്റനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന കപ്പൽ, മന്ത്രിസഭ, ആ കപ്പലാകുന്ന മന്ത്രിസഭ ഇപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒരു കാര്യവുമില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം
എന്ന ഒറ്റ ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് ആരോഗ്യമന്ത്രി രാജിവെക്കും വരെ സമരം തുടരും എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി മന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ സ്വന്തം മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു കപ്പൽ, പ്രതീകാത്മക കപ്പലുമായിട്ടാണ് ഇന്ന് അവർ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. കൂടുതൽ പ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് ഓരോ ദിവസം കഴിയും തോറും സമരത്തിൽ കൂടുതൽ പ്രവർത്തകർ എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇന്ന് രാവിലെ അവർ സമാനമായ രീതിയിൽ ഇന്ന് രാവിലെ അവർ ജില്ലാ ആശുപത്രിക്കുള്ളിൽ ജില്ലാ ആശുപത്രിയിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തകർന്ന കെട്ടിടങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തിയിരുന്നു. അതുകൂടാതെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കും, സർക്കാർ ഒരുക്കുന്ന സംരക്ഷണത്തിനൊപ്പം തന്നെ പാർട്ടിയുടേതായ രീതിയിൽ മന്ത്രിക്ക് പ്രൊട്ടക്ഷനുമായി മന്ത്രിക്ക് സുരക്ഷ ഒരുക്കും, മന്ത്രിക്ക് ഒപ്പം തന്നെ നിൽക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതുകൂടാതെ തന്നെ കോന്നി MLA KU ജനീഷ് കുമാർ ഉൾപ്പെടെയുള്ള MLA-മാരും ആരോഗ്യമന്ത്രിക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയും ഫേസ്ബുക്കിലടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ MLA CR മഹേഷ് MLA ഉൾപ്പെടെയുള്ളവരാണ് ഈ സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് അവർ നടത്തുന്ന സമരത്തിൽ ആരോഗ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും മുഖംമൂടികൾ ധരിച്ചുകൊണ്ട് പ്രതീകാത്മകമായ കപ്പൽ വഹിച്ചുകൊണ്ട്, കപ്പൽ തള്ളിക്കൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. ഈ സമരത്തിൽ നിന്നും ഒരു രീതിയിലും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നാണ് അവർ പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സമരം കൂടുതൽ ശക്തമാകുന്നതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എന്നാണ് അവർ പറയുന്നത്. ഏതായാലും CR മഹേഷ് MLA ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിശക്തമായ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. അതെ, അത് തന്നെയാണ് സ്മിത. ആരോഗ്യമന്ത്രിയുടെ രാജി, അതിൽ കുറഞ്ഞ ഒന്നുമില്ല. ആരോഗ്യമന്ത്രി രാജിവെച്ച് കഴിയൂ എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ഈ സമരം കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിരോധവുമായി CPM DYFIയും രംഗത്തെത്തുമ്പോൾ തെരുവോരങ്ങൾ ഇവർ ഇരുകൂട്ടരും തമ്മിലുള്ള ഒരു പോരിന് വേദിയാകും എന്ന കാര്യത്തിലേക്ക് സംശയമില്ല. ആ ഒരു ഘട്ടത്തിലേക്ക് എത്താതിരിക്കണമെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ടത്. ഒരു കപ്പലുമായാണ് അവർ പോകുന്നത്. പ്രതീകാത്മകമായ പ്രതിഷേധം. അതിൽ ആരോഗ്യമന്ത്രിയുടെ മുഖംമൂടി ധരിച്ചുള്ള പ്രതിഷേധക്കാരുമുണ്ട്. സുജിത് സുരേന്ദ്രനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.